സുബ്ഹാനഹു വ തആല ഒരു മനുഷ്യന് നൽകുന്ന അപാരമായ അനുഗ്രഹമാണ്. അല്ലാഹു പറയുകയാണ്, അല്ലാഹു ഭൂലോകത്ത് അല്ലാഹു ഒരു മനുഷ്യന് നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അനുഗ്രഹമാണ് അൽ മാലു വൽ ബനൂന സീനത്തുൽ ഹയാത്തിദ് ദുനിയാ. അല്ലാഹു ഒരു മനുഷ്യന് നൽകുന്ന പ്രധാനപ്പെട്ട രണ്ട് അനുഗ്രഹങ്ങൾ, അതിലേറ്റവും പ്രധാനപ്പെട്ട അനുഗ്രഹം അതവന്റെ സന്താനവും അവന്റെ സമ്പത്തുമാണെന്ന് വിശുദ്ധമായ ഖുർആൻ ബോധിപ്പിക്കുമ്പോ 9 പെൺമക്കളെ ഹാഫിളത്തുകളാക്കി സദസ്സിൽ വെച്ച മാതാപിതാക്കളോട് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാ, ഖുർആൻ പറഞ്ഞത് അല്ലാഹു മക്കളെ നൽകുന്നത് ഏറ്റവും വലിയ അനുഗ്രഹമാണ്. പക്ഷേ ഒരു പെണ്ണിന് അല്ലാഹു നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അനുഗ്രഹത്തിൽപ്പെട്ടതാണ് ആദ്യത്തെ പ്രസവത്തിൽ പെൺകുട്ടി ഉണ്ടാവൽ. ഒരു പെണ്ണിന് അല്ലാഹു നൽകുന്ന മഹാസൗഭാഗ്യമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ആദ്യത്തെ പ്രസവത്തിൽ ആർക്കാണോ ഒരു പെൺകുട്ടിയെ കിട്ടിയത് അവർ അല്ലാഹു നൽകുന്ന ഏറ്റവും വലിയ സൗഭാഗ്യമാണ്. ഇതിനെ തെളിവ് ഖുർആനാണ്. അല്ലാഹു മക്കളെ കുറിച്ച് പറയുമ്പോ ഖുർആനിൽ പറഞ്ഞതിലില്ലാഹി മുൽക്കു സമാവാതി വൽ അർദ് യഹബു ലിമൻ യശാഉ ഇനാഥാ വയഹബു ലിമൻ യശാഉ ദുകൂർ ഔ യുസവ്വിജുഹും ഖുർആനൻ വഇനാഥാ വയജഅലു മൻ യശാഉ അഖീമാ. ആകാശഭൂമികളെ സൃഷ്ടിച്ചത് അല്ലാഹുവാണ്. അവൻ ഉദ്ദേശിച്ചവർക്ക് അവൻ ആൺകുഞ്ഞുങ്ങളെ കൊടുക്കും, അവൻ ഉദ്ദേശിച്ചവർക്ക് അവൻ പെൺകുഞ്ഞുങ്ങളെ കൊടുക്കും. വയജഅലു മൻ യശാഉ അഖീമാ. അവൻ ഉദ്ദേശിക്കുന്നവരെ അവന് പ്രജനന ശേഷി നഷ്ടപ്പെട്ട വന്ധ്യകളാക്കിയേക്കാം. ഇവിടെ മക്കളെ കൊടുക്കുന്ന കാര്യം പറയുമ്പോ അല്ലാഹു ആദ്യം പറഞ്ഞത് പെൺകുഞ്ഞുങ്ങളെ കൊടുക്കുമെന്നാണ്. അതുകൊണ്ടൊരു പെണ്ണിന് അല്ലാഹു നൽകുന്ന വലിയൊരു സൗഭാഗ്യമാണ് ആദ്യത്തെ പ്രസവത്തിലൊരു പെൺകുഞ്ഞുണ്ടാവൽ. അല്ലാഹു ആ സൗഭാഗ്യത്തെ നിലനിർത്തി തരട്ടെ. അല്ലാഹുവിന്റെ വലിയൊരു അനുഗ്രഹമാണ് ആദ്യത്തെ കുട്ടി പെൺകുഞ്ഞാവൽ. ആ പെൺകുഞ്ഞിന് ഹാഫിളത്ത് കൂടിയായാലോ ആദ്യത്തിലൊരു പെൺകുഞ്ഞിനെ കിട്ടി. അതോടൊപ്പം തന്നെ ആ പൊന്നുമോളോ അവൾ അല്ലാഹുവിന്റെ ഖുർആൻ മനഃപ്പാഠമാക്കിയ ഏത് ഖുർആനാണെന്നറിയുമോ? 23 വർഷക്കാലമായി ആകാശലോകത്ത് നിന്ന് ദിവ്യബോധനത്തിന്റെ വെളിപാടുമായി കടന്നു വന്ന റൂഹുൽ അമീൻ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം. ആ പെൺകുട്ടി 9 പെൺകുട്ടികളെ ഹൃദയത്തിന്റെ ഉള്ളിൽ മനഃപ്പാഠമാക്കിയടേടാ. അത് നിസ്സാരമാണെന്ന് നിങ്ങൾ കരുതരുത്. ഈ കുട്ടികളെ ഹാഫിളത്തായി എന്ന് പറഞ്ഞാൽ അവര് ലോകത്തിലെ ഏറ്റവും ഭാരം കൂടിയ വസ്തുവിനെ അവര് ചുമക്കുകയാണ്. ഹാഫിളത്തായി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഈ പ്രപഞ്ച ലോകത്തിലെ ഏറ്റവും ഭാരമേറിയ വസ്തുവിനെ തങ്ങളുടെ ചുമലിലേറ്റേറ്റിയവരാണവർ. അല്ലാഹു മനസ്സിലാക്കാനുള്ള ബോധം നൽകട്ടെ. ഹാഫിളത്തായി എന്ന് പറഞ്ഞാൽ ഒരാള് ഹാഫിളായി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ലോകത്തിലെ ഏറ്റവും ഭാരം കൂടിയ വസ്തു അവര് ചുമന്നു എന്നാണ് അതിന്റെ അർത്ഥം. ഞാൻ പറഞ്ഞ മനസ്സിലാവണണ്ട. അല്ലാഹു നാസർ സാഹിബിന്റെ ഹസൻ സാഹിബിന്റെ ആ സദഖ അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ആ മകളെ ഹാഫിളത്തു മാത്രമല്ല അല്ലാഹു നാളെ ആലിമത്തുമാക്കി തരുമാറാകട്ടെ. ബഹുമാനപ്പെട്ട ശൈഖുൽ ജാമിയ ആലിക്കുട്ടി ഉസ്താദിന്റെ കയ്യിൽ നിന്ന് നിന്റെ പൊന്നുമോള് അല്ലാഹുവിന്റെ കലാമു മുഴുവനെ കാണാതെ പഠിച്ചെന്ന് ആ സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചതുപോലെ നാളെ അല്ലാഹുവിന്റെ സ്വർഗ്ഗലോകത്ത് നിന്റെ മകളെ നീ ഹാഫിളത്താക്കിയല്ലോ എന്ന് പറഞ്ഞ് ഹാഫിളത്തിന്റെ മാതാപിതാക്കൾക്ക് അല്ലാഹു തലയിൽ വെച്ച് കൊടുക്കുന്ന കനക കിരീടം വാങ്ങിക്കാൻ അല്ലാഹുവേ നീ അവർക്ക് തൗഫീഖ് നൽകണേ അല്ലാ. ആ മാതാപിതാക്കളെ ലോകത്തിലെ ഏറ്റവും വലിയ സൗഭാഗ്യമുള്ള മാതാപിതാക്കളാക്കണേ റബ്ബേ. അല്ലാഹുവേ ആ മോളെ കൊണ്ട് ജീവിതത്തിൽ ദുനിയാവിലും ആഖിറത്തിലും അഭിമാനിക്കാൻ തൗഫീഖ് നൽകണേ അല്ലാ. ഹസൻ സാഹിബ് അതിന് തുടക്കം കുറിച്ചു. ഇൻഷാ അല്ലാഹ് ഇനി ആരാണ് രണ്ടാമത്? അല്ലാഹുവേ നീ സ്വീകരിക്കണേ തമ്പുരാനെ. ഒരു സ്ഥാപനം ഇവിടെ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? മരിച്ചതിന് ശേഷം മയ്യത്തിന് അടുത്തിരുന്ന് ഓതാൻ ഒരു പാരായണം ചെയ്യുന്ന കേവലം ഒരു ഖുർആനിനെ ഉണ്ടാക്കി എന്നല്ല. ആളുകൾ ധരിച്ചത് അങ്ങനെയാണ്. അല്ല, ഈ
പ്രപഞ്ച ലോകത്തിലെ ഏറ്റവും ഭാരമേറിയ വസ്തുവിനെയാണ് നമ്മൾ അവിടെ വെക്കുക. ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ ഭാരമേതിനാണ്? അത് ഭൂമിക്കല്ല, അത് ആകാശത്തിനല്ല, അത് ചന്ദ്രഗോളത്തിനല്ല, അത് നെപ്റ്റ്യൂണിനല്ല. ഈ ലോകത്തിലെ അഖില ലോക ബ്രഹ്മാണ്ഡ കടാഹത്തിലെ ഏറ്റവും ഭാരമേറിയ വസ്തു അത് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. ഇന്നാ സനുൽഖി അലൈക ഖൗലൻ സഖീലാ. ഇതൊന്നും മുഹമ്മദ് കബീർ വെറുതെ പറയുന്നതല്ല, അല്ലാഹു തന്നെ ഖുർആനിൽ പറഞ്ഞതാണ്. നബിയേ, ഇന്നാ സനുൽഖി അലൈക ഖൗലൻ സഖീലാ, ഞാൻ അങ്ങേക്ക് ഏറ്റവും ഭാരമേറിയ വാക്കുകളെ അവതരിപ്പിക്കുകയാണ് നബിയേ. ഖുർആനെ കുറിച്ച് അല്ലാഹു പറഞ്ഞത് ഖൗലൻ സഖീലാ, ഇത് ഏറ്റവും ഭാരമേറിയ വസ്തുവാണ്. ഖുർആൻ എന്ന് പരിചയപ്പെട്ടോളി. എനിക്ക് സമയമില്ല, എന്നാലും നമ്മൾ വിചാരിച്ചെന്താണെന്നറിയോ, ഇത് അത്ര വലിയ പ്രതിഫലമൊന്നുമില്ല, ഇത് മരിച്ചതിന് ശേഷം ഓതാനുള്ള ഏതോ ഒരു ഖുർആൻ എന്നതിനപ്പുറം നമ്മൾ ഖുർആനിനെ കണ്ടിട്ടില്ല. അല്ല, ഖുർആൻ എന്ന് പറഞ്ഞ ലോകത്തിന്റെ അത്ഭുതമാണ്. ജീവിച്ചിരിക്കുന്നവനും മരിച്ചവനും ഒരേപോലെ വഴികാട്ടാൻ വന്ന ഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ. അല്ലാഹു ആ ഖുർആനെ സ്വീകരിക്കുമാറാകട്ടെ. ലോകത്തിലെ ഏറ്റവും അന്തം വിട്ടേക്കാതെ ഖുർആൻ എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മുടെ പെമ്മക്കളെ ഹാഫിളത്തായി. അവര് ലോകത്തിലെ ഏറ്റവും ഭാരമേറിയ വസ്തുവിനെയാണ് അവര് നെഞ്ചിൽ വെച്ചത്. അതുകൊണ്ടാണ് ഖുർആനിനെ അവതരിപ്പിക്കാൻ അല്ലാഹു ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ ഏൽപ്പിച്ചത്. മീകായിലല്ല, ഇസ്രാഫീലുണ്ട്, അസ്രാഫീലുണ്ട്, മുൻകറുണ്ട്, നക്കീറുണ്ട്. ഇവരെ ഒന്നും ഏൽപ്പിക്കാതെ അല്ലാഹുവിന്റെ കലാമിനെ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് എത്തിക്കാനുള്ള ജോലി അല്ലാഹു ഏൽപ്പിച്ചതാരെയാ? എന്തുകൊണ്ട്? മലക്കുകളിൽ ഏറ്റവും ശക്തിമാൻ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമാണ്. ഇത്രയും ഭാരമേറിയ ഒരു വസ്തു ആകാശലോകത്തുനിന്ന് കൊണ്ടുവന്ന് കൊടുക്കണമെങ്കിൽ അത് ജിബ്രീലിനെ കഴിയുള്ളൂ. കാരണമാരാ? ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം നസല ബിഹി റൂഹുൽ അമീൻ. ഈ ഖുർആൻ അവതരിപ്പിച്ചത് ജിബ്രീലാണ്. എന്തുകൊണ്ട് ഖുർആനിന് വലിയ ഭാരമാണ്? കാരണം എന്താ? ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയപ്പെട്ട ഭാര്യ ആയിഷ റളിയല്ലാഹു തആല ഖുർആൻ അവതരിപ്പിക്കപ്പെടുന്ന അവസ്ഥ വിശദീകരിക്കുന്നുണ്ട്. അല്ലാഹുവിന്റെ പ്രവാചകന്റെ മടിയിൽ കിടക്കവേ ആകാശ ലോകത്തു നിന്നൊക്കെ സൽസലത്തിൽ ജറസി മണിനാദം മുടങ്ങുന്നത് പോലെയാണ് ഖുർആൻ അവതരിപ്പിക്കുന്നത്. അല്ലാഹുവിന്റെ റസൂലിന് ഖുർആനുമായി ജിബ്രീൽ വരുമ്പോ ഹബീബായ നബി തങ്ങളുടെ നെറ്റിത്തടം വിയർക്കാൻ തുടങ്ങും. അല്ലാഹുവിന്റെ റസൂലിന്റെ ശരീരത്തിന് ഭാവവ്യത്യാസമാണ്. എന്റെ മടിയിലാണ് നബി തങ്ങളെ കിടക്കുന്നതെങ്കിൽ ഖുർആൻ അവതരിപ്പിക്കപ്പെടുമ്പോ ആ സമയത്ത് എന്റെ ശരീരത്തിലേക്ക് വലിയൊരു ഭാരം വന്നിട്ട് ഹബീബായ നബി തങ്ങളുടെ ശരീരത്തിന്റെ ഭാരം വർദ്ധിച്ചിട്ട് എന്റെ തൊടയെല്ല് പൊട്ടിപ്പോകുമോ എന്ന് ഞാൻ ഭയപ്പെട്ടു പോയി. ആരാ പറയുന്നത്? ബഹുമാനപ്പെട്ട ബീവി ആയിഷ റളിയല്ലാഹു തആല അൻഹാ. ഭാരം വർദ്ധിച്ച് എന്റെ തൊടയെല്ല് പൊട്ടിപ്പോകുമോ എന്ന് ഞാൻ ഭയപ്പെട്ടു പോയി. അത്രയേറെ ഭാരമായിരുന്നു ആ സമയത്ത് മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക്. കാരണം എന്താ? ഇന്നാ സനുൽഖി അലൈക ഖൗലൻ സഖീലാ. ഏറ്റവും ഭാരമേറിയ വസ്തുവിനെയാണ് നിങ്ങൾക്ക് ഞാൻ നൽകിയിട്ടുള്ളത്. അതുകൊണ്ടാണ് ശക്തിമാനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ശക്തി എത്രയാ? ലൂത്ത് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ സമൂഹത്തെ നശിപ്പിക്കാൻ പോകുമ്പോ അവിടെ ചെന്നിട്ട് തന്റെ ചിറക് വിരിച്ചിട്ട് ആ ചിറകങ്ങ് താഴേക്ക് കുത്തിയിറക്കി ആ ചിറകിൽ ഇങ്ങനെ ആ ഒരു നാടിനെ മുഴുവനും ഒരൊറ്റ ചിറകില് പൊക്കിയെടുത്ത ദോശ ചട്ടുകം കൊണ്ട് മറിച്ചെടുക്കുന്നത് പോലെ ആ നാടിനെ മുഴുവനും ഒരു കൈ കൊണ്ടൊരു ചിറക് കൊണ്ട് എടുത്തിട്ട് നേരെ മുകളിലോട്ട് പൊക്കി വെറുതെ എടുത്ത് മറിച്ചിടുകയല്ല. ആ ഒരു പ്രദേശത്തെ മുഴുവനും ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഒറ്റ ചിറകിൽ മേപ്പോട്ടുയർത്തി. എത്രത്തോളം പൊക്കിയെന്നറിയുമോ? ആകാശലോകത്തുള്ളവര് ഈ ഭൂമിയിലെ കോഴികളുടെ ശബ്ദം കേൾക്കുന്നത് വരെ അത്രത്തോളം
അടുത്തേക്കാം താടിനെ ഉയർത്തിയിട്ട് നേരെ മറിച്ചിട്ട് തിരിച്ചിട്ട് അടിയടിച്ചു മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം. സഹോദരങ്ങളെ, ഇത്രയേറെ ശക്തിമാനാണ് ജിബ്രീൽ. ആ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെയാണ് അല്ലാഹു ഖുർആൻ അവതരിപ്പിക്കാൻ ഏൽപ്പിച്ചത്. കാരണം ഈ ഖുർആൻ എന്ന് പറയുന്നത് ഇന്നാ സനുൽഖി അലൈക ഖൗലൻ സഖീലാ, ഇത് ലോകത്തിലെ ഏറ്റവും ഭാരമേറിയ വാക്കാണിത്. അല്ലാഹു നമുക്ക് മനസ്സിലാക്കാൻ ബോധം തരട്ടെ. ഞാൻ പറഞ്ഞത് തന്നെ പറയുകയല്ല, അല്ലാഹുവിന്റെ ഖുർആൻ എന്തെന്ന് മനസ്സിലാക്കാൻ, ഈ ഖുർആനിന്റെ പ്രത്യേകത മനസ്സിലാക്കാൻ ലോകത്തിലെ ഏറ്റവും അനുഗ്രഹീതമായ വാക്കാണിത്. ലോകത്തിലെ ഏറ്റവും വലിയ സംഗീതമാണ് വിശുദ്ധ ഖുർആൻ. ആയിഷ സിദ്ദീഖയിൽ ഇരുന്നിട്ട് 40 പെൺകുട്ടികൾ പാരായണം ചെയ്യുന്നത് അത് ഖുർആന്റെ വചസ് മാത്രമല്ല, അത് ഖുർആന്റെ സംഗീതമാണ്. ഖുർആനാണ് ലോകത്തിലെ ഏറ്റവും വലിയ സംഗീതം. ചെറുപ്പക്കാരാ, അല്ലാഹു നമുക്ക് മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. ലോകത്തിലെ ഏറ്റവും ഭാരമേറിയ വസ്തു ഖുർആനാണ്. ആ ഏറ്റവും ഭാരമേറിയ വസ്തുവിനെ താങ്ങി നിർത്താൻ ഒരു അടിത്തറ കെട്ടാനാണ് അസൽ സാഹിബ് 1 ലക്ഷം തന്നത്. ഇത്രയും ഭാരമുള്ളത് കൊണ്ട് അതിൽ നിൽക്കൂല. രണ്ടാമതാര 1 ലക്ഷം രൂപ പറയാം. ഹിഫ്ദുൽ ഖുർആനിന് ഒരു ബിൽഡിംഗ് തുടങ്ങാൻ ഇൻഷാ അല്ലാഹ് രണ്ടാമത് ഒരു 1 ലക്ഷം രൂപ അതിലേക്ക് വാഗ്ദാനം ചെയ്യാം. സന്തോഷം. ഇത് രണ്ടും നടക്കണം, പ്രസംഗവും നടക്കണം, ഇത് നടക്കണം. മരിച്ച ഉപ്പാന്റെ ഉമ്മാന്റെ ജേട്ടൻ പെങ്ങന്മാർ ഇവർക്ക് വേണ്ടി ദുആ ചെയ്യാൻ സംഭാവന 1 ലക്ഷം രൂപ. പേര് പറയണം. മാഷാ അല്ലാഹ്. ഗുരു തക്ബീർ. ഉറക്കെ പറയുന്ന അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ഇത് ഇതിന്റെ ഇടയിൽ ഞാൻ ചോദിക്കും, എന്റെ പ്രസംഗവും നടക്കും, രണ്ടും ഒന്നിച്ച് നടക്കും. ഇതൊരു വലിയൊരു ഞാണുമേക്കളെ നടക്കണം. 11 മണിക്ക് പോലെ ഞാൻ തിരുവനന്തപുരത്ത് എത്തുള്ളൂ. പക്ഷെ എനിക്കിത് പങ്കെടുക്കണം. കാരണം ഞാൻ 17 വർഷം കൊണ്ട് വാള് പറയുന്ന ഖുർആനെ കുറിച്ചാണ്. ഇന്നേ വരെ ഹാഫിലിനെ കുറിച്ച് പറയാത്തൊരു വാള് ഞാൻ ഇല്ല, എന്റെ ജീവിതത്തിലില്ല. അതാണ് എന്റെ ഏറ്റവും വലിയ അഭിമാനവും. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. മരിച്ചുപോയ ഉപ്പാന്റെ ഉമ്മാന്റെ ജേട്ടൻ പെങ്ങന്മാർ ഇവർക്ക് വേണ്ടി ദുആ ചെയ്യാൻ ഒരു മകനാണ് സദഖ ചെയ്തത്. പൊന്നുമോനെ, നീ നിന്റെ ഉപ്പാക്കുമ്മാക്ക് വേണ്ടി ഏറ്റവും നല്ലതാണ് ചെയ്തത്. 40ഓളം പെൺമക്കൾ അവിടെ ഇരുന്ന് ഖുർആൻ ഓതുമ്പോ അതിന്റെ ഓരോ ഹർഫിന്റെയും പ്രതിഫലം അല്ലാഹുവേ ആ മരണപ്പെട്ടു പോയ മാതാപിതാക്കളുടെ സഹോദരങ്ങളുടെ പെങ്ങന്മാരുടെ ഖബറിടത്തിലേക്ക് എത്തിക്കണേ അല്ലാഹ്. അലിഫ് ലാം മീം എന്നോദിയാൽ 90 നന്മയാണ്. ഓരോ ദിവസവും എത്രയോ നന്മകൾ അവരുടെ ഖബറിടത്തിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ തമ്പുരാനെ. അവിടെ ഇരുന്നു കൊണ്ട് അല്ലാഹുവേ ഞാൻ എന്റെ മകനെ വളർത്തിയിട്ട് അത് വെറുതെ ആയില്ലല്ലോ അല്ലാ എന്ന് വിചാരിച്ചിട്ട് മക്കളുടെ ഖുർആൻ ഓതുമ്പോ അവരുടെ ഖബറിൽ എന്ത് അവസ്ഥയാണോ അത് നീ മാറ്റി കൊടുക്കണേ അല്ലാ. പടച്ചവനെ, അവരുടെ ഖബർ നീ പ്രകാശപൂരിതമാക്കണേ അല്ലാഹുവേ. ആ സദഖ ചെയ്ത മകന്റെ മക്കളെ ഇതിന്റെ ബറക്കത്ത് കൊണ്ട് ഹാഫിളീങ്ങളാക്കണേ അല്ലാ, ഹാഫിളീങ്ങളാക്കണേ അല്ലാ. എല്ലാവിധ പ്രയാസത്തിൽ നിന്ന്, രോഗത്തിൽ നിന്ന് നീ കാത്തുരക്ഷിക്കണേ തമ്പുരാനെ. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. മൂന്നാമത്തെ ചിന്തിക്കാനൊന്നും പാടില്ല. 1 ലക്ഷത്തിന് കൊടുത്താൽ 30 ലക്ഷം കൊടുത്ത പ്രതിഫലമാണ്. 1 ലക്ഷം റുപ്യ. മൂന്നാമത്തെ ആൾ പെട്ടെന്ന് ഞാൻ എന്റെ വിഷയത്തിന്റെ ഇടയിൽ ഇതിന്റെ ഇടയിൽ അങ്ങനെ പോവുകയും ചെയ്യും. ഖുർആൻ എന്നത് ലോകത്തിന്റെ ഏറ്റവും വലിയ മാസ്മരിക സംഗീതമാണ്. നിങ്ങൾ വിചാരിക്കേണ്ട ഈ ഖുർആൻ എന്ന് പറഞ്ഞാൽ എന്താണത്? ലോകത്തിലെ ഏറ്റവും മാസ്മരികമായ സംഗീതമാണത്. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ഏത് സംഗീതം? ഇപ്പൊ നമ്മൾ ഒരു പാട്ട്, സിനിമാ പാട്ട് നമുക്ക് ഇഷ്ടമാണ്, അല്ലെങ്കിൽ ഗാനം നമുക്ക് ഇഷ്ടമാണ്. ഇതിനിടയിൽ മൂന്നാമത്തെ ആള് പെട്ടെന്ന് പറയണേ 1 ലക്ഷം. ആണുങ്ങൾ ഓരോ ലക്ഷം. സഹോദരിമാര് ഹിഫ്ദുൽ ഖുർആനിന് വേണ്ടി ഒരു വള. ആദ്യം ഒരു വള തരവിടെ. ഇതുപോലെ അല്ലാഹു എന്റെ പെൺമക്കളുമായി തീരണം എന്ന ആഗ്രഹത്തോടെ ഒരു വള പെട്ടെന്ന് കൊടുക്കും. ഫസ്റ്റ് ആരാ കൊടുക്കുന്നത്? ഖുർആനിന് വേണ്ടി. ഇതേതായാലും പ്രതിഫലം കിട്ടും എന്നുള്ള കാര്യത്തിൽ ആർക്കും തർക്കമുണ്ട്. എല്ലാത്തിനും പ്രതിഫലം കിട്ടും. ഇതിനെല്ലാത്തിനേക്കാൾ ഇരട്ടി കിട്ടും. കാരണം അലിഫ് എന്ന് ഓതിയാൽ 30 നന്മയാണ്, ലാം എന്ന് ഓതിയാൽ 30 നന്മ,
മീമെന്ന് ഓതിയാൽ 30 നന്മ, 90 നന്മ അലിഫ്ലാമീം ഓതിയാൽ തന്നെ കിട്ടും. അത്രയും വലിയൊരു സൗകര്യം എവിടെയുള്ളത്? അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. നമ്മളൊരു പാട്ട് കേട്ടാൽ, ഞാൻ അടുത്ത 3ാമത്തെ ആളെ ചോദിക്കുമ്പോഴേ കൈപൊക്കിയേക്കണ ആരാണ്? എന്റെ ഇടയിൽ എഴുതിത്തരാം. സദസ്യമുള്ളവർക്ക് കൈപൊക്കാം, സ്റ്റേജ് ഉള്ളവർക്ക് എഴുതിത്തരാം. നമ്മളൊരു പാട്ട് പാടിയാൽ ആ പാട്ടില് ഒരേ വരി തന്നെ ഒരു 10 പ്രാവശ്യം ഒരു പാട്ടി ആവർത്തിച്ചു വന്നാൽ നമുക്കതൊരു അരോചകമായിട്ട് തോന്നൂല്ലേ? ഒരു പാട്ട്, ആ പാട്ടിൽ ഒരു വരി തന്നെ 10 പ്രാവശ്യം ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് ഒരു പാട്ടിന്റെ ഇടയിൽ ആ പാട്ട് നല്ലതാണെന്ന് നമ്മൾ പറയൂ? ഞാൻ അതിന് അഭിപ്രായം പറയാം, ഗൂഗിളിൽ നോക്കണം. പറയോ ഇല്ല. നമുക്കത് പാടുന്തോറും അരോചകമായിട്ട് തോന്നൂലേ? ഒരു പ്രാവശ്യം പാടുമ്പോ തന്നെ നമുക്ക് എന്ത് തോന്നും? ഇമ്പമായിട്ട് തോന്നിയാൽ 2ാമത്തെ പ്രാവശ്യം ഒരു വരി തന്നെ പല പ്രാവശ്യം ആവർത്തിച്ച് വരിക. ഇതാണ് ലോകത്തിലെ ഏറ്റവും വലിയ മാസ്മരിക സംഗീതം. അത് ലോകത്തിന്റെ മാസ്മരിക സംഗീതജ്ഞനായ ബിഥോവനാവട്ടെ, ബിഥോവന്റെ മൂൺലൈറ്റ് ഓഫ് സാറ്റ ലോകത്തിലെ വലിയ സംഗീത ആൽബമാണ്. അതിനകത്ത് തന്നെ 2 പ്രാവശ്യം ആവർത്തിച്ചു വന്നാൽ 5 മിനിറ്റ് കൊണ്ട് തന്നെ ഒരു ഇമ്പമാന ഗാനമുണ്ടാക്കിയ മലയാളത്തിന്റെ ഗാനരചയിതാവാണ് മരിച്ചുപോയ ഗിരീഷ് പുത്തഞ്ചേരി. 5 മിനിറ്റ് കൊണ്ട് അദ്ദേഹം മലയാളത്തിന്റെ ഹിറ്റ് ഗാനമുണ്ടാക്കിയെന്നാണ് അദ്ദേഹത്തെ കുറിച്ച് പറയുന്നത്, അദ്ദേഹത്തിന്റെ ജീവിതചരിത്രത്തിൽ. ഞാനൊന്ന് ചോദിക്കട്ടെ സഹോദരങ്ങളെ, എത്ര വലിയ മാസ്മരികമായ സംഗീതമാകട്ടെ നമ്മുടെ മനസ്സുകളെ, നമ്മുടെ ഹൃദയങ്ങളെ പിടിച്ചുലക്കുന്ന ഏതൊക്കെ മാസ്മരികമായ സംഗീതമാവട്ടെ, ഒരു വരി തന്നെ പല പ്രാവശ്യം ആവർത്തിച്ചു വന്നാൽ അതോടെ നമുക്കിതിനോട് വിരസത തോന്നുമല്ലോ. എന്നാൽ ഞാൻ എന്റെ സഹോദരങ്ങളോട്, സഹോദരിമാരോട് ചോദിക്കുകയാ, ലോകത്തിലെ എല്ലാ ഗാനങ്ങളും നമ്മുടെ മനസ്സിൽ നിന്ന് ഈരടി പോലെ പാടിക്കൊണ്ട് നടക്കുന്ന സംഗീതത്തെ വല്ലാതെ താലോലിക്കുന്നവരെ, എന്നാൽ ഞാനൊന്ന് ചോദിക്കട്ടെ, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ നിങ്ങൾ ഓതിയിട്ടുണ്ടല്ലോ, വൽഹബ്ദുൽ അസ്രി വറൈഹാൻ ഫബിഅയി ആലാഇ റബ്ബികുമാ തുകذിബാൻ ഖലഖൽ ഇൻസാന മിൻ صلصال كالفخار وخلق الجان من مارج من نار فبأي آلاء ربكما تكذبان مرج البحرين يلتقيان بينهما برزخ لا يبغيان فبأي آلاء ربكما تكذبان. 2 പേജ് മാത്രം വരുന്ന ഒരു സൂറത്തിന്റെ ഉള്ളിൽ 33 പ്രാവശ്യം ആവർത്തിച്ച് കേട്ടിട്ട് ഫബിഅയി ആലാഇ റബ്ബികുമാ തുകذിബാൻ. ഒരു ചെറിയ സൂറത്തിന് 31 പ്രാവശ്യമാണ് ആവർത്തിച്ച് വരുന്നത്. പക്ഷേ ഇതേവരെ ആ ആയത്തൊന്ന് ആവർത്തിച്ച് വന്നിട്ട് ഇതേവരെ നമുക്ക് വിരസത തോന്നിയിട്ടില്ലല്ലോ, ഇതേവരെ നമുക്ക് അരിട്ടം തോന്നിയിട്ടില്ലല്ലോ, ഇതേവരെ നമുക്ക് അലോസരത തോന്നിയിട്ടില്ലല്ലോ. ഇന്നും ഒരു നല്ല കാര്യം ഓതിയാൽ കേൾക്കാൻ ഏറ്റവും ഇമ്പമുള്ള സൂറത്താണ് സൂറത്തുർ റഹ്മാൻ. ഒരു ചെറിയ സൂറത്തിന്റെ ഉള്ളിൽ 31 പ്രാവശ്യം ആവർത്തിച്ചു വന്നിട്ടും ഫബിഅയി ആലാഇ റബ്ബികുമാ തുകذിബാൻ. 1400 വർഷം ഇത് പാരായണം ചെയ്യാത്തവരാരുമില്ല. എത്രയോ സംഗീതജ്ഞരെ കടന്നുപോയി, അവരാരും പറഞ്ഞില്ല ഈ ആവർത്തനം കൊണ്ട് ഈ ഖുർആൻ സാഹിത്യത്തിന് എതിരാണെന്ന്. ഇല്ല, എല്ലാവരെയും അമ്പരപ്പിച്ചു പോയാ. അതേപോലെ എത്ര ആയത്തുകൾ അലം നുഹ്ലികിൽ അവ്വലീൻ തുമ്മ നുത്ബിഹുമുൽ ആഖിരീൻ കദാലിക നഫഅലു ബിൽ മുജ്രിമീൻ വൈലു യൗമൈദിൽ മുകذിബീൻ വൈലു യൗമൈദിൽ മുകذിബീൻ. എത്രയോ പ്രാവശ്യമാണ് ഒരു ചെറിയ സൂറത്തിൽ ആവർത്തിച്ചു വന്നത്. ഇതേവരെ കാതുകൾക്ക് വിരസതയില്ലല്ലോ, കാതുകൾക്ക് അലോസരതയില്ലല്ലോ. ലോക ചരിത്രത്തിലെ ഏറ്റവും വലിയ സംഗീതമാണ് വിശുദ്ധ ഖുർആൻ. നമ്മൾ മലയാള കവിത പാടുമ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ കവിതയുടെ കാവ്യഭംഗി. നിങ്ങളൊന്ന് ഖുർആൻ വായിച്ചു നോക്ക്. ഓരോ കവിതകൾക്കും ഓരോ വൃത്തങ്ങളുണ്ട്, ഓരോ അതിനെ
അതിൻ്റെതായ നിയമങ്ങളുണ്ട്. അതൊന്നും ഞാനിവിടെ പറയുന്നില്ല. ഉപമയും ഉൾപ്രേക്ഷയും ഒക്കെ കവിതകളുടെ വൃത്തങ്ങളാണ്. മറ്റൊന്നിന് ധർമ്മയോഗത്താൽ അതുതാനല്ലയോ ഇത് എന്ന് പറഞ്ഞിനാശങ്ക ഉൾപ്രേക്ഷ കാലങ്കൃതി ഇത് കവിതയുടെ വൃത്തങ്ങളാണ് ഉൾപ്രേക്ഷയൊക്കെ. പക്ഷേ ഖുർആനിന്റെ വൃത്തം കണ്ടുവോ നിങ്ങൾ? ആദ്യത്തെ വരി എങ്ങനെ അവസാനിച്ചോ അതേപോലെ രണ്ടാമത്തെ വരിയും അവസാനിക്കണം. ഇത് കവിതയുടെ നിയമമാണ്. അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു, ഈ ഖുർആൻ ഒരു കവിയുടെ വാക്യങ്ങളല്ല. ഇതൊരു കവിയുടെ കവിതയല്ല. എന്റെ ദാസനായ മുഹമ്മദ് നബിയെ ഞാനൊരു കവിത പഠിപ്പിച്ചിട്ടുമില്ല. ഇതൊരു കവിയുടെ വാക്കല്ല. എന്റെ ദൂതരെ ഞാൻ കവിത പഠിപ്പിച്ചിട്ടുമില്ല. ഞാൻ എന്റെ പ്രവാചകനെ കവിത പഠിപ്പിച്ചിട്ടില്ല. എന്റെ പ്രവാചകൻ കവിയല്ല. ഖുർആൻ നിങ്ങൾക്ക് പറഞ്ഞു തന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കവിയല്ല. എന്നാൽ ഖുർആന്റെ കവിത നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഓരോ ആയത്ത് അവസാനിക്കുന്നതും ما ضل صاحبكم وما غوى وما ينطق عن الهوى إن هو إلا وحي يوحى علمه شديد القوى. ഏതൊരു മനുഷ്യന്റെ ഹൃദയത്തിന്റെ ഉള്ളിലേക്ക് ഇറങ്ങി അവന്റെ ഹൃദയത്തെ തരളിതമാക്കുന്ന, അവന്റെ ഹൃദയത്തെ പ്രകമ്പനം കൊള്ളിക്കുന്ന അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആന്റെ സംഗീതമില്ല സഹോദരങ്ങളെ. ആ സംഗീതമാണ് ലോകത്തിന്റെ ഏറ്റവും വലിയ സംഗീതം. അല്ലാഹുവേ ചോദിപ്പിച്ച തന്നെ ഒരു സഹോദരി കയ്യിൽ കിടന്ന സ്വർണ്ണ വള ഊരി തന്നു. രണ്ട് സഹോദരിമാര് രണ്ട് സ്വർണ്ണ മോതിരം. അല്ലാഹുവേ ഇതിന് പകരം നീ നാളെ ഖബറിൽ കിടക്കുമ്പോ മുൻകരിന്റെയും നക്കീറിന്റെയും ഭീമാകാരമായ ചോദ്യങ്ങൾ ചോദിക്കുമ്പോ ആ സമയത്ത് നീ ഭീമാകാരമായ ചോദ്യമല്ല, ഖബറിൽ കിടന്ന് ഖുർആന്റെ സംഗീതം കേൾക്കാൻ ഈ വള സഹോദരിക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. ഏത് കയ്യിലാണോ ഈ സ്വർണ്ണ വള കിടന്നത് നീ ആ ശരീരത്തെ മാരക രോഗത്തിൽ നിന്ന് കാക്കണേ അല്ലാഹ്. ആ ഉമ്മാന്റെ പൊന്നുമക്കളെ ഖുർആൻ മുഴുവൻ ഹാഫിളത്തായി 40 പേരെ ശുപാർശ ചെയ്യാം ഒരു ഹാഫിളിന് സ്വർഗത്തിലേക്ക്. അല്ലാഹുവേ ഉമ്മാന്റെ ഈ വളകടന്ന കയ്യിൽ പിടിച്ച് സ്വർഗത്തിലേക്ക് ഉമ്മാനെ ഉപ്പാനെ കൂട്ടിക്കൊണ്ടുപോകുന്ന പൊന്നുമക്കളാക്കി കൊടുക്കണേ അല്ലാഹ്. തരി സഹോദരിമാരെ ഓരോ സ്വർണ്ണ വളകൾ, ആ രണ്ട് സ്വർണ്ണ മോതിരം എന്ന സഹോദരിമാർ അല്ലാഹുവേ അവർക്ക് നീ സ്വർഗത്തിന്റെ സ്വർണ്ണാഭരണം നൽകണേ തമ്പുരാനെ, നൽകണേ തമ്പുരാനെ. അല്ലാഹുവേ ജീവിതത്തിലൊരു പ്രയാസവും വരുത്തല്ലേ അല്ലാഹ്. അതുകൊണ്ട് സഹോദരങ്ങളെ ഖുർആന്റെ സംഗീതത്തിലേക്ക് വഴി തുറക്കുക. അല്ലാഹു കബൂലാക്കുമാറാകട്ടെ. പേര് പറയാൻ ആഗ്രഹിക്കാത്ത ഒരു സ്ത്രീയാണ് ആ വളർന്നത്. മക്കള് സാലിഹീങ്ങളാവാൻ ഹാഫിളീങ്ങളാവാനും ആ മക്കളെ നീ സാലിഹീങ്ങളാക്കണേ അല്ലാഹ്, ഹാഫിളീങ്ങളാക്കണേ അല്ലാഹ്. ഉമ്മാക്ക് ഉപ്പാക്ക് കൺകുളിർമേകുന്ന പൊന്നു മക്കളാക്കി കൊടുക്കണേ അല്ലാഹ്. ആ ഖുർആന്റെ സംഗീതം ഖബറിൽ കേൾക്കാൻ തൗഫീഖ് നൽകണേ റബ്ബേ. അതിനുവേണ്ടി മൂന്നാമതാരാണ് ആ ഖുർആന്റെ സംഗീതത്തിന് വേണ്ടി നാളെ ഖബറിൽ ആ ഖുർആൻ കേട്ട് കിടക്കാൻ മൂന്നാമതാരാണ്? ഒരു 1 ലക്ഷം രൂപ കൂടി വാഗ്ദാനം ചെയ്യുക ഈ സ്ഥാപനത്തിന് വേണ്ടി. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ആരാണോ സന്നദ്ധതയോടെ മൂന്നാമതൊരാൾ ഇൻഷാ അല്ലാഹ് പറയാ 1 ലക്ഷം രൂപ ഒന്ന് വാഗ്ദാനം ചെയ്യാൻ. എല്ലാരും അലൈസമിന്ദും റജുലുൻ റഷീദ്. നിങ്ങളില്ലെങ്കിൽ പിന്നെ ഞാനിനി ചോദിക്കൂല. അത് ഞാൻ വായിച്ച 2 പ്രാവശ്യം വായിച്ചാൽ പിന്നെ ഒരു വളയും കൂടെ നിങ്ങൾ കണ്ടുവരും. അല്ലാഹു നമ്മളെ സ്വീകരിക്കുമാറാകട്ടെ.
പണം അല്ലാഹു നൽകുന്ന അനുഗ്രഹമാണ്, സന്താനങ്ങളും അല്ലാഹു നൽകുന്ന അനുഗ്രഹമാണ്. പക്ഷേ അതിനെ നാം നന്മയുടെ വഴിയിലൂടെ ചെലവഴിക്കണേ. അല്ലാഹു നമ്മളെ സ്വീകരിക്കുമാറാകട്ടെ. രണ്ട് കാര്യം പറഞ്ഞു. ഖുർആൻ എന്നത് ഏറ്റവും വലിയ ഭാരമുള്ള വസ്തുവാണ്. ഖുർആൻ ലോകത്തിന്റെ ഏറ്റവും വലിയ സംഗീതമാണ്. മരിച്ച ഉപ്പാന്റെ പേര് ദുആ ചെയ്യാൻ 1,00,000 രൂപ ഖുലൂ തക്ബീർ സല്ലല്ലാഹു അലാ മുഹമ്മദ്. അല്ലാഹുവേ നീ സ്വീകരിക്കണേ അല്ലാ. ആ മരണപ്പെട്ടു പോയ ഉപ്പാന്റെ ഖബറിടം നീ വിശാലമാക്കണേ അല്ലാ. ആ പ്രിയപ്പെട്ട മകനെ ഹിഫ്ളുൽ ഖുർആനിന് വേണ്ടി ചെയ്ത സദഖ നീ അതിന് കാരണമാക്കണേ തമ്പുരാനെ, കാരണമാക്കണേ അല്ലാ. പടച്ചവനെ പ്രയാസങ്ങൾ മാറ്റണേ അല്ലാ. നന്മ നൽകി അനുഗ്രഹിക്കണേ അല്ലാ. സയ്യിദനാ മുഹമ്മദ് വാലിഹി വസഹ്ബിഹി അജ്മഈൻ. അല്ലാഹു നമ്മളെ ഖുർആനിനെ സ്നേഹിക്കുന്ന മുത്തഖീങ്ങളിൽ അല്ലാഹു നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഖുർആന്റെ സംഗീതം പഠിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. നമ്മളത് പഠിക്കണം. നമ്മൾ ഖുർആന്റെ മുഹിബ്ബീങ്ങളാവണം. അൽഹംദുലില്ലാഹ് നമ്മൾ ഈ സ്ഥാപനത്തിന്റെ ഖാദിമീങ്ങളാവണം. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പം, ഇത് കുറെ പ്രദേശത്തുള്ള ചെറുപ്പക്കാർ കൂടി ഒരു ചെറുതായി ഉണ്ടാക്കിയ ഒരു ചെറിയ സംഘടനയാണ് ദാറുൽ മആരിഫ്. അല്ലേ? ആരാ തുടങ്ങി? എന്റെ തുടക്കക്കാരാരാണ്? മാഷാ അല്ലാഹ്, കുറെ ചെറുപ്പക്കാരാണ്. അള്ളാഹു ഇങ്ങനെ അടയാളപ്പെടുത്തുന്ന യൗവനങ്ങൾ അള്ളാഹു പെടുത്തി അനുഗ്രഹിക്കട്ടെ. ഞാൻ പലപ്പോഴും വാള് പറയാറുണ്ട്, ഈ കാസർഗോഡ് നിന്നൊക്കെ ചില സമയത്ത് കേൾക്കുന്ന വാർത്തകൾ കേൾക്കുമ്പോ കൽബ് പിടഞ്ഞു പോവാറുണ്ട്. പക്ഷേ ഇങ്ങനെയൊക്കെ കേൾക്കുമ്പോ കൽബിന് വലിയ കുളിർമയാണ്. കാരണം എന്റെ ജീവിതം, ഞാൻ 17 വർഷമായി ഞാൻ വാള് തുടങ്ങിയിട്ട്. ഞാൻ ഹാഫിളായി പഠിച്ചുകൊണ്ടിരിക്കുമ്പോ കൊച്ചുകുട്ടി മീശ കളിക്കുന്നതിന് വാള് പറയാൻ തുടങ്ങിയതാണ്. സ്ഥിരമായി വാള് പറയാൻ തുടങ്ങിയിട്ട് 17 വർഷമായി. ഈ 17 വർഷം അൽഹംദുലില്ലാഹ് ഞാൻ പറഞ്ഞത് ഖുർആനെ കുറിച്ചാണ്. എനിക്കുറപ്പുണ്ട് എന്റെ റബ്ബെന്നെ കൈവിടില്ല. ആഗ്രഹമൊന്ന് മാത്രമേ ഉള്ളൂ. അൽഹംദുലില്ലാഹ് കഴിഞ്ഞ ദിവസം എന്റെ സ്ഥാപനത്തിൽ ഒറ്റപ്പാലത്ത് വിനീതനൊരു കൊച്ചു സ്ഥാപനമുണ്ട്. 55 കുട്ടികൾ പഠിക്കുന്നു. ഇപ്പൊ 4ാമത്തെ അധ്യയന വർഷം ഇന്നലെ തുടങ്ങി കൊടുത്തിട്ടാണ് ഞാൻ വന്നത്. എന്റെ മൂത്ത മോനെ ഞാൻ അവിടെ ആക്കി. അല്ലാഹു ഹാഫിളാക്കി തരട്ടെ. വാക്കവിയുടെ വാല് കേട്ടിട്ട് 100 കണക്കിന് കുട്ടികൾ ഹാഫിളാവാൻ പോയിട്ട്, അതിന്റെ ഒരു പറക്കത്തോണ്ട് വാക്കവിയുടെ മോനെ അല്ലാഹു ആക്കി തന്നെ നിങ്ങൾ ദുആ ചെയ്യും. എന്റെ മോനെ ഇന്നലെ ഞാൻ അവിടെ ഹിഫ്ളിൽ ഇന്നലെ തുടങ്ങി കൊടുത്തിട്ടാണ് വന്നത്. ഇപ്പോ 14 കുട്ടികൾ ഹാഫിളീങ്ങളായി. അതിലൊരു കുട്ടി, അവൻ 2 വർഷം കൊണ്ട് ഹിഫ്ളും തീർന്നു. ഇപ്പൊ SSLCക്ക് അവൻ പരീക്ഷ എഴുതി. എല്ലാ വിഷയത്തിനും A+. സ്കൂളിൽ പോയിട്ടില്ല. സ്ഥാപനത്തിന്റെ ഉള്ളിൽ പഠിപ്പിച്ച് ആ കുട്ടിക്ക് മുഴുവൻ A+. അൽഹംദുലില്ലാഹ് അവനെ ഞങ്ങളൊരു യാത്രയൊക്കെ കൊടുത്ത് അവന് മെഡിസിൻ പഠിക്കാൻ പോവാണ്. അവന്റെ ആഗ്രഹം മെഡിസിനാണ്. അപ്പോഴാണ് ഞാൻ പറഞ്ഞതുപോലെ അവനൊരു ഹാഫിളായ ഡോക്ടറാവും. അതുകൊണ്ട് നമ്മുടെ കുട്ടികളെ ബാല്യത്തിൽ തന്നെ ഖുർആന്റെ അടിത്തറയിൽ നമ്മുടെ ചിന്ത, കുട്ടികളെ ഹാഫിളാക്കാൻ വിട്ടാൽ പിന്നെ അവന് ദുനിയാവ് കിട്ടൂല എന്നാണ്. ആ പൊന്നുമോൻ അവൻ ഹിഫ്ള് തീർന്നു. ഇപ്പൊ 10ാം ക്ലാസ്സിലെത്തി. 10ാം ക്ലാസ് അവൻ എഴുതി. ഫുള്ള് A+ മാർക്കാൻ. കഴിഞ്ഞ ദിവസം രാവിലെ സുബഹി മുതൽ ഇരുന്ന് 10 മണിക്കൂർ കൊണ്ട് തമിഴ്നാട്ടിലെ പെർണാമ്പട്ടിൽ നിന്ന് വരുന്ന അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട മുഫ്തിയുടെ, ഹാഫിളായ മുഫ്തിയുടെ മുമ്പിൽ ഒറ്റ ഇരുപ്പില് 10 മണിക്കൂർ കൊണ്ട് ഒരു തെറ്റുപോലും വരാതെ ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെ ഓതി കേൾപ്പിച്ചു. 10 മണിക്കൂർ കൊണ്ട്. ഇതിന്റെ ഇടയിൽ 2 ബ്രേക്ക്, ചായ കുടിക്കാനും ഭക്ഷണം കഴിക്കാനും മാത്രം. നിന്ന നിപ്പിൽ ഇരുന്ന ഇരുപ്പിൽ ഈ പെണ്ണുങ്ങളുടെ ഈ ചെറിയ മോതിരം കൊണ്ടൊന്നും ഇപ്പോളെ ഉണ്ടാകൂല. ഇവിടെ ഇരിക്കുന്ന മുതലാളിമാരൊക്കെ 1,00,000 രൂപ വെച്ച് പറഞ്ഞാലേ പറ്റും. അല്ലാതെ ഇത് അലാവുദ്ദീന്റെ അത്ഭുത വിളക്കിന്നുണ്ടാവണ സാധനമല്ല ഇത്. നമ്മൾ ഇതിന്റെ ഖാദിമീങ്ങളാവണം. അല്ലാഹു സ്വീകരിക്കട്ടെ. അല്ലാഹു സ്വീകരിക്കട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 10 മണിക്കൂർ കണ്ട കുട്ടി ഒരു തെറ്റുപോലുമില്ല ഖുർആൻ അവസാനം വരെ ഓതി കേൾപ്പിച്ചു. ഇനി അവൻ അടിത്തറയായി. അവനിനി നേരെ മെഡിസിൻ പഠിക്കാൻ. നമ്മുടെ കുട്ടികളെ ഇങ്ങനെ വാർത്തെടുക്കണം. ഞാൻ പറയുന്നത്, നമ്മൾ വെറുതെ വാത് പറഞ്ഞിട്ട് അവൻ പിഴച്ചുപോയി. നമ്മുടെ കുട്ടികളെല്ലാം മയക്കുമരുന്നിന് അടിമകളായി പോകുന്നു.
അവര് താന്തോന്നികളായി പോകുന്നു എന്ന് വാത് പറയുന്നതിനപ്പുറം പ്രായോഗികതയിൽ എന്താ ഉള്ളത്? നമ്മളൊരു പ്രായോഗികത വേണ്ടേ? ഇനി വളർന്നു വരുന്ന കൊച്ചു തലമുറയെ നമ്മളൊരു നന്മയുടെ വഴിയിലേക്ക് കൊണ്ടുപോകണ്ടേ? അതുകൊണ്ട് ഓരോ മഹല്ലിലും ഖുർആൻ പഠിപ്പിക്കുന്ന സ്ഥാപനങ്ങൾ ഉണ്ടാവണം എന്ന അഭിപ്രായക്കാരനാണ് ഞാൻ. എന്നാലേ നമ്മൾ വാത് പറഞ്ഞ് 2 മണിക്കൂർ തീർന്നു പോയി. ഇതിന്റെ പ്രായോഗികത എന്താണ്? ഈ വഴിതെറ്റി പോകുന്ന ആളുകളെ ഒരു നല്ല തലമുറയെ വാർത്തെടുക്കാനുള്ള പ്രാക്ടിക്കൽ എന്താണ്? ആ പ്രാക്ടിക്കലാണ് സ്ഥാപനങ്ങൾ. ഏതായാലും അൽഹംദുലില്ലാഹ്, ഞാനിത് എല്ലായിടത്തും പറയും. ഈ ചെറുപ്പക്കാര് തുടങ്ങിയ ഒരു ചെറിയ ഒരു